സഖാക്കന്മാരെ തിരിച്ച് ബി.ജെ.പിയിലേക്ക് പോകരുത്, തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരരുത്, ചൂലിങ്ങോട്ട് എടുത്ത് അടിക്കുന്നു ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞതാണ് സത്യമാണ്. ഞാൻ മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, കോടശ്ശേരി പഞ്ചായത്തിലെ മെമ്പർ, 20-ാം വാർഡിലെ ശകുന്തള വത്സൻ, CPM ആണ് മെമ്പർ. അവരോടാ പറഞ്ഞ ഞാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി എന്താണ് അഭിപ്രായം? അത് ഏറ്റവും മുത്തുകള്ളൻ, മുഴുവൻ കട്ട് നശിപ്പിച്ചു. എല്ലാത്തിനും, ഒരു കാര്യത്തിനും സകലവരും പാവങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തി. ഒക്കെ ചവിട്ടി പുറത്താക്കണം അവരെ. അതാണ് എന്റെ അഭിപ്രായം. പിണറായി. ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? മണി ഉണ്ണിച്ചക്കൻ. ബി.ജെ.പിയിലേക്ക് പ്രവേശിക്കാൻ കാരണം എന്താ? കാരണം ഞാൻ 18 വർഷത്തോളം CPM-ൽ പ്രവർത്തിച്ചു. അവര് ഇന്ന് തരാം നാളെ തരാമെന്നും പറഞ്ഞ് എന്റെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി. ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗം. അവര് എനിക്ക് ഒരു കാര്യത്തിനും ഒന്നും ചെയ്തു തരുന്നില്ല. ആ ഒരു വൈരാഗ്യം വായിച്ചു എനിക്ക്. പിന്നെ സുരേഷ് ഗോപി പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ നല്ല ഒരു പറയാൻ കിട്ടുന്നില്ല, സന്തോഷം കൊണ്ട് നല്ല പ്രവർത്തനമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവരുടെ ഇതിലേക്ക് മാറിയതാ. ഇനി ഒരു കാലത്തും ഇതിന്ന് വിടില്ല. CPM-ന്റെ പ്രവർത്തനത്തിലുണ്ടായിരുന്നല്ലോ പറഞ്ഞത്. വനിതാ കമ്മിറ്റിയിലായിരുന്നതാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്ര ദേഷ്യം വൈരാഗ്യമൊക്കെ വന്നത്. കാരണം ഇത്രയും നാള് ഞാൻ അവരിൽ പ്രവർത്തിച്ചിട്ട് എനിക്ക് ഒന്നിനും ഒരു സഹായം ഒരു കാര്യത്തിനും എനിക്ക് ഉണ്ടായിട്ടില്ല. അതില് ഭയങ്കര ഒരു വിഷമമുണ്ട് എനിക്ക്. ഈ സഖാക്കന്മാരെ തിരിച്ച് ബി.ജെ.പിയിലേക്ക് പോകരുത്, തിരിച്ചു വരണം എന്ന് പറഞ്ഞു. ഇല്ല അതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങോട്ടാ പറഞ്ഞത്. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഒരാൾ ഇങ്ങോട്ട് കടന്നു വരരുത്, ചൂലിങ്ങോട്ട് എടുത്ത് അടിക്കുന്നു ഞാൻ പറഞ്ഞു. അവരോട് പറഞ്ഞതാണ് സത്യമാണ്. ഞാൻ മെമ്പർ, പഞ്ചായത്ത് മെമ്പർ, കോടശ്ശേരി പഞ്ചായത്തിലെ മെമ്പർ, 20-ാം വാർഡിലെ ശകുന്തള വത്സൻ, CPM ആണ് മെമ്പർ. അവരോടാ പറഞ്ഞ ഞാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റി എന്താണ് അഭിപ്രായം? അത് ഏറ്റവും മുത്തുകള്ളൻ, മുഴുവൻ കട്ട് നശിപ്പിച്ചു. എല്ലാത്തിനും, ഒരു കാര്യത്തിനും സകലവരും പാവങ്ങളെ മുഴുവൻ കഷ്ടപ്പെടുത്തി. ഒക്കെ ചവിട്ടി പുറത്താക്കണം അവരെ. അതാണ് എന്റെ അഭിപ്രായം. പിണറായി വിജയനെ. ഈ സ്ത്രീജനങ്ങൾ കൂടുതൽ ബി.ജെ.പിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്? അങ്ങനെ തോന്നുന്നുണ്ട്. അവര് വരും. ഇനിയും ഞാൻ വരുത്തും. ഇല്ലെങ്കിൽ ഞാൻ വരും. അതുപോലെ വരുത്തന്നെ ചെയ്യുന്നു. വളരെയധികം സജീവമായിട്ട് ബി.ജെ.പിക്ക് വർക്ക് ചെയ്യും. എന്ത് വന്നാലും ഞാൻ വർക്ക് ചെയ്യും. ഏത് പാതിരയ്ക്ക് അവര് വിളിച്ചാലും ഞാൻ പോവുകയും ചെയ്യും. സുരേഷ് ഗോപിയെ പറ്റി എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. എനിക്ക് പണ്ടേ മുതൽ ആളെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല അഭിപ്രായമാണ്. ജനങ്ങൾക്ക് സ്ത്രീകൾക്ക് കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി സാർ. MP ആയതിനു ശേഷം ആൾക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. വേണ്ട വിമർശനങ്ങളുണ്ട്. അതൊന്നും കൂട്ടാക്കില്ല. വിമർശനങ്ങൾ വരും. എന്താ വെച്ചാൽ സിനിമയിൽ അഭിനയിക്കാൻ പോയി ആളെ കിട്ടില്ല എന്നുള്ളൊരു വർത്തമാനാണ്. അതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഒരു പെണ്ണുങ്ങളും ഇപ്പൊ വിശ്വസിക്കുന്നില്ല. സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കണം എന്ന് തന്നെയാണ്. അത് ആളുടെ ഇഷ്ടം. അഭിനയിക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാനില്ല. ആള് അഭിനയിക്കണമെങ്കിൽ അഭിനയിച്ചോട്ടെ, അതിനും ഒരു കുഴപ്പമില്ല. പക്ഷെ പാവങ്ങൾക്ക് ആള് സൂപ്പറാ. അത്രേ എനിക്ക് പറയാനുള്ളൂ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം? അത് നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാമെന്ന് തന്നെ തീരുമാനിച്ചത്. നല്ല അഭിപ്രായമാണ് എനിക്ക്. CPM-നെ തിരിച്ചു വിളിച്ചാലൊന്നും പോവില്ല? ഇല്ല. അവരെ ഞാൻ ചവിട്ടി പുറത്താക്കും. അതുറപ്പ്. വീട് തകർന്നു എന്നല്ലേ പറഞ്ഞത്? തകർന്നു വീഴാറായി. അതാണ് ഞാൻ പറഞ്ഞത്. തകർന്നു വീഴാറായി. എന്റെ വീട് കണ്ട ഇപ്പൊ ഞാനിങ്ങനെ നിക്കണ കാണുമ്പോ എല്ലാവരും വിചാരിക്കും അവള് വലിയ പണക്കാറ്റാണ്. പക്ഷെ പണം ഒന്നുമില്ല. എനിക്ക് ഒന്നുമില്ല. 8 സെന്റ് സ്ഥലമുണ്ട്. വീട് എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാന്നും കൂടെ എനിക്കറിയില്ല. അതുമാതിരി എന്റെ മക്കളൊക്കെ പോയി. ഇപ്പൊ ബി.ജെ.പി നേതൃത്വം നിങ്ങളെ സഹായിക്കാൻ തോന്നുന്നുണ്ടോ? സഹായിക്കും എന്നാണ് എന്റെ ആത്മവിശ്വാസം. സഹായിച്ചില്ലെങ്കിൽ പാർട്ടി വിടും? വിടില്ല. അപ്പോഴും അവരോടുള്ള വൈരാഗ്യം എനിക്ക് തീർക്കാം. ഇത് ഞാൻ ഇപ്പൊ കയറിയല്ലേ ഉള്ളൂ. 18 വർഷമല്ല 37 കൊല്ലമായി ഞാൻ ഈ കോടശ്ശേരി പഞ്ചായത്തില് മെമ്പറായിട്ട് വന്നിട്ട്. അത് 18 കൊല്ലമാണ് ഞാൻ പ്രവർത്തിച്ചത്. ഞാൻ മക്കളുടെ കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ അതിന് കുടുംബപരമായിട്ട് CPM ആയിരുന്നു. കുടുംബപരമായിട്ട് CPM ആയിരുന്നു. പാരമ്പര്യമായിട്ട്. അത് എന്റെ അച്ഛൻ മുതൽ അങ്ങനെയായിരുന്നു. ഒരുപാട് ആളുകൾ CPM-ൽ നിന്ന് ബി.ജെ.പിയിലേക്ക് വരുന്നുണ്ടല്ലോ? വരും. ഇനി വരും തന്നെ ചെയ്യാവര്. അമ്മ നമസ്കാരം. പേരെന്തായിരുന്നു? നമസ്തേ. പേരെന്തായിരുന്നു?
എന്റെ പേര് ലീല ഗോപാലൻ. ഏത് പാർട്ടിയിലാണ് പ്രവർത്തിച്ചത്? ഞാൻ പാർട്ടിയിലൊന്നുമില്ല, എനിക്ക് എല്ലാ പാർട്ടികളിലും വിശ്വാസമായിരുന്നു. പക്ഷേ ഈ BJP എന്ന് പറഞ്ഞാൽ ഒരു മറ്റുള്ള പാർട്ടികളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകതയാണ്. കാരണം വെച്ചാൽ പരസ്പര വിശ്വാസം, സ്നേഹം, ദയ ഇതിലൊക്കെ അധിഷ്ഠിതമാണ് BJP. ഞാൻ വായിച്ചറിഞ്ഞത് എനിക്ക് മനസ്സിലായതാണ്. പക്ഷേ ഞാൻ ചെറുപ്പകാലങ്ങളിലൊക്കെ CPI വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി BJP എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, സ്ത്രീകളോട് ബഹുമാനം. ഇപ്പൊ സുരേഷ് ഗോപി വന്നതിന് ശേഷം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് BJP. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആളെന്ന് വെച്ചാൽ മറ്റുള്ള സംഘടന എന്ന് വെച്ചാൽ സംഘടന എന്നുള്ള പൈസ കൊണ്ടാണ് മറ്റുള്ള സഹായിച്ചിരുന്നത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ആൾ പണിയെടുക്കുന്ന പൈസ കൊണ്ട് കുറച്ച് വിഹിതമാണ് മറ്റുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ആൾ തുടർന്ന് സിനിമയിൽ അഭിനയിക്കേണ്ട അയാളുടെ ജീവിത ഉപാധിയാണ് ഇതില്. അത് ശരിക്കും അയാൾ അഭിനയിച്ചോട്ടെ ഇതില്. പക്ഷെ വർക്ക് നന്നായിട്ട് അയാൾ പാവങ്ങൾക്ക് വേണ്ടി വളരെയധികം നല്ല സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹത്തിന് കിട്ടുന്ന സാമ്പത്തികം, ഈ MP ആയിട്ടും കേന്ദ്രമന്ത്രിയായിട്ടും ലഭിക്കുന്ന പണം ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും. ആകെയുള്ള വരുമാന മാർഗം സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. ഈ വരുമാന മാർഗത്തെ തടയാൻ വേണ്ടിയിട്ട് കേരളത്തിലെ അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് കാണുന്ന ആളുകൾ ശ്രമിക്കുന്നുണ്ട്. ഇത് എത്രത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. കാരണം അയാൾ അറിയുന്നവർക്ക് ശരിക്കും അറിയാം. കാരണം വളരെയധികം നല്ലൊരു മനുഷ്യസ്നേഹിയാണ് അയാൾ. കാരണം വെച്ചാൽ സ്പോട്ടിലാണ് എന്തെങ്കിലും സഹായങ്ങൾ അയാൾ പലപ്പോഴും സ്റ്റേജുകളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വയ്യാന്ന് പറഞ്ഞാൽ ഉടനടി സഹായങ്ങളെ പ്രഖ്യാപിക്കുകയാണ്. അത് ഇന്നല്ല, ഇപ്പോഴല്ലേ കേന്ദ്രമന്ത്രി അയാൾ, മുൻപും അയാൾ അങ്ങനെയായിരുന്നു. അപ്പൊ അയാളുടെ ഉള്ളിൽ ഒരു നല്ലൊരു ദയുള്ള മനസ്സാണ് അയാളുടെ. അപ്പൊ അയാൾ വിജയിക്കും, നല്ലൊരു നിലയിൽ തന്നെ പോകും ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊന്നും പ്രവർത്തിക്കാതിരുന്നത്? മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എനിക്ക് വിശ്വാസമില്ല. നമുക്ക് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഇതിലൊരു രാഷ്ട്രീയം ഇതുള്ള ഒരു മനുഷ്യസേവകളുടെ കൂട്ടായ ഒരു സംഘടനയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതിൽ പ്രവർത്തിക്കാൻ നല്ലൊരു താല്പര്യമുണ്ട്, നല്ലൊരു ഇഷ്ടമുണ്ട്. ഇപ്പോ ഈ BJP ഒരു ഹിന്ദു പാർട്ടിയാണ് എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് നിരവധി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിലെ ആളുകൾ മാറി നിൽക്കുന്നുണ്ട് BJP വരാതെ. അവരോട് എന്താണ് പറയാനുള്ളത്? അത് ശരിക്കും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാണ്ടാണ്. അവർക്ക് അറിയില്ല ഇത് എന്താ ഈ സംഘടന അത് ശരിക്കും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. എന്നാൽ മാത്രമേ അവരിലേക്ക് മനസ്സിലേക്ക് ഇത് ഇറങ്ങുള്ളൂ എന്താണ് BJP എന്ന് വെച്ചാൽ. അത് അറിഞ്ഞാലാണ് അവർ ഈ സംഘടനയ്ക്ക് വരുള്ളൂ. മറ്റുള്ളവർക്ക് ശരിക്കും അറിയില്ല. സ്ത്രീകൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ കുറെ പേര് ഇതിന് മെമ്പർഷിപ്പ് എടുക്കാൻ അവർക്കൊരു പേടിയാണ്. മറ്റുള്ളവർ എന്ത് CPM ഞങ്ങളെ അടിക്കുകയോ അങ്ങനെ വീട് കയറി ആക്രമിക്കുകയോ അങ്ങനെയൊക്കെ ഒരു വിചാരമുണ്ട്. അതിൽ നിന്ന് ഒരു ക്യാമ്പയിൻ ഓരോ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കണം. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു BJP അംഗത്വം കൂടുതലുള്ള ആളുകൾ വരും, ഉറപ്പാണത്. ഈ CPM അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിണറായി സർക്കാരിനെ നമ്മൾ നോക്ക്, വിവിധ തരം നമ്മൾ കേൾക്കുന്നത് തന്നെ സത്യമല്ലേ. ഓരോ സ്ഥലങ്ങളിൽ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അവര് അക്രമത്തിന് കത്തിക്കിരയായി അവര് മരിക്കുകയാണ്. അങ്ങനെ ഒരു അക്രമ രാഷ്ട്രീയം തന്നെയാണ് ഇതിൽ വരുന്നത്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് 100-ൽ എത്ര മാർക്ക് കൊടുക്കാൻ? 100-ൽ അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അയാളുടെ പിന്നിലുള്ള സഹപ്രവർത്തകരാണ് അയാൾ ചീത്തയാക്കുന്നത്. അയാൾ നല്ല മനുഷ്യനായിരിക്കും ആണ്, പക്ഷെ അയാൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നു അയാളുടെ പിന്നിലുള്ള പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് അയാൾ ചീത്തയാക്കുന്നത്. അയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോ ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും BJPയും കേരളത്തിൽ വലിയ തരത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. നിലവിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എന്തെങ്കിലും നേട്ടം കേരളത്തിൽ ഉണ്ടാവും തോന്നുന്നു? തീർച്ചയായിട്ടും BJP അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും നേട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇനിയുള്ള പ്രസ്ഥാനം വെച്ചാൽ ഇനിയുള്ള മറ്റുള്ള രാഷ്ട്രീയ സംഘടനയെ അപേക്ഷിച്ച് BJP ഇനി കേരളത്തിൽ വളർന്ന് പടർന്ന് പന്തലിക്കുന്നുള്ളത് സത്യമാണ്. അതിൽ നിന്ന് ജനങ്ങൾക്ക് നല്ലൊരു ക്ഷേമവും കാര്യങ്ങളും ഉണ്ടാവും തീർച്ചയായും.